ഹായ്, ഇന്ന് നമ്മൾ നയാഗ്ര ഫോൾസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഈ ചിത്രം നോക്കുക. ഇത് നയാഗ്ര ഫോൾസിന്റെ ഒരു ചിത്രമാണ്. ഈ ചിത്രം വിക്കിമീഡിയ കോമൺസിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. സ്കൈലോൺ ടവർ, കനേഡിയൻ സൈഡിലുള്ള സ്കൈലോൺ ടവറിന്റെ മുകളിൽ നിന്ന് പല ക്യാമറകൾ ഉപയോഗിച്ച് വിദഗ്ധമായി പകർത്തിയ ഒരു ചിത്രമാണ്. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചിത്രമാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവര് ഇത് പോയി കാണുക. ഈ നയാഗ്ര ഫോൾസ് എന്ന് പറയുന്നത് 3 ഫോൾസ് ചേർന്നിട്ടുള്ളതാണ്. ഇത് അമേരിക്കൻ ഫോൾസ്, ഇത് ബ്രൈഡൽ വെയിൽ ഫോൾസ്. ബ്രൈഡൽ വെയിൽ ഫോൾസ് എന്നാല് അതിന്റെ ഷേപ്പിൽ നിന്നാണ് ആ പേര് വന്നിട്ടുള്ളത്. ഇത് ഹോഴ്സ്ഷൂ ഫോൾസ്, അതും ആ ഷേപ്പിൽ നിന്നാണ് ഹോഴ്സ്ഷൂ ഫോൾസ്. ഈ ഹോഴ്സ്ഷൂ ഫോൾസ് ആണ് ഇതിൽ ഏറ്റവും വലിയ ഫോൾസ്. ഇവിടെ ഈ അമേരിക്കൻ ഫോൾസും ബ്രൈഡൽ വെയിൽ ഫോൾസും സെപ്പറേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ലൂണ ദ്വീപ് കൊണ്ടാണ്. ഇതിന്റെ ഇടയ്ക്കുള്ള ദ്വീപാണ് ലൂണ ദ്വീപ്. ഈ ബ്രൈഡൽ വെയിൽസിനും ഹോഴ്സ്ഷൂ ഫോൾസിനും ഇടയ്ക്കുള്ള ദ്വീപാണ് ഗോട്ട് ദ്വീപ്. അമേരിക്കൻ ഫോൾസും ബ്രൈഡൽ വെയിൽസും യുണൈറ്റഡ് സ്റ്റേറ്റ്സിലാണ് പൂർണ്ണമായിട്ടും. ഈ പിക്ചറിലൂടെ നമുക്ക് വ്യക്തമായ ഒരു ഐഡിയ ഈ നയാഗ്ര ഫോൾസിനെ കുറിച്ച് ലഭിക്കും. നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ ഇത്രയും ഭംഗിയായ ഒരു ഐഡിയ നമുക്ക് ലഭിക്കില്ല. പിന്നെ ഈ റിവറിലൂടെ നമുക്ക് ബോട്ട് യാത്ര നടത്താം. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഈ ബോട്ട് ഈ ഹോഴ്സ്ഷൂ ഫോൾസിന്റെ ഇവിടെ വരെ ചെല്ലും. അപ്പൊ നമുക്ക് ആ ഫോൾസിൽ നിന്ന് ഒരു ഷവർ പോലെ നമുക്ക് ഫീൽ ചെയ്യും. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു യാത്രയാണ് അത്. $790 മീറ്റർ വീതിയുള്ള ഹോഴ്സ്ഷൂ വെള്ളച്ചാട്ടം 57 മീറ്റർ ഉയരത്തിൽ നിന്ന് പതിക്കുമ്പോൾ 320 മീറ്റർ വീതിയുള്ള അമേരിക്കൻ ഫോൾസിന്റെ ഉയരം അതിന്റെ അടിയിൽ ഭീമൻ പാറക്കല്ലുകൾ സ്ഥിതി ചെയ്യുന്നതിനാൽ 21 മീറ്റർ മുതൽ 30 മീറ്റർ വരെ വ്യത്യാസപ്പെടുന്നു. ഈറി തടാകത്തിൽ നിന്ന് ഹോഴ്സ്ഷൂ വെള്ളച്ചാട്ടത്തിന് മുകളിലുള്ള ഏറ്റവും ഉയർന്ന ഒഴുക്ക് 6400 ക്യൂബിക് മീറ്റർ ആണ് പെർ സെക്കൻഡ്. നയാഗ്ര നദിയിലെ മണ്ണൊലിപ്പിന്റെ ശക്തിയാൽ മിനിറ്റിൽ 60 ടൺ എന്ന നിരക്കിൽ ജലത്തിൽ അലിഞ്ഞു ചേരുന്ന ലവണങ്ങളുടെയും പാറപ്പൊടിയുടെയും ഫലമായി ജലത്തിന് ഒരു ഹരിത നിറം ലഭിച്ചിരിക്കുന്നു. അപ്പോൾ ഇതിനുശേഷം ഞങ്ങൾ പകർത്തിയ ചിത്രങ്ങളും കൂടി ചേർക്കുന്നു. ഓക്കെ.